ക്രിസ്തുവിൽ പ്രഭാതവന്ദനം. ഒരു കുട്ടി ക്ലാസ് മീറ്റിങ്ങിൽ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയായിരുന്നു. ഒരു ബോക്സിൽ നിന്നും ഒരു പെൻസിലെടുത്ത് അതിനോടായി ചിലത് പറഞ്ഞു. നിന്നെ കാണാനൊക്കെ സുന്ദരമാണെങ്കിലും ഇങ്ങനെ ബോക്സിലിരിക്കുന്ന കാലത്തോളം നിന്റെ കഴിവുകൾ പ്രയോജനപ്പെടുകയില്ല. എന്നാൽ ബോക്സിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് പ്രയോജനപ്പെടാൻ തുടങ്ങുന്നത്. ഒരു നല്ല ചിത്രകാരനോ സാഹിത്യകാരനോ മറ്റോ നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് നിന്നെ ചെത്തും. നല്ല വേദനയായിരിക്കും. എങ്കിലും നീ പിടിച്ചു നിൽക്കണം. വേദനിപ്പിക്കുന്നത് ഒരിക്കലും നിന്നെ നശിപ്പിക്കാനല്ല. ഇങ്ങനെ വേദനിപ്പിച്ചെങ്കിലേ ഏറ്റവും മനോഹരങ്ങളായ ചിത്രങ്ങളും രചനകളും നിന്നെ കൊണ്ട് രചിക്കുവാൻ കഴിയൂ. ലെഡിനെ ചെത്തി മിനുസപ്പെടുത്തി കഴിയുമ്പോൾ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന സൃഷ്ടികൾ അത് കാണുന്നവരിൽ അമ്പരപ്പും അത്ഭുതവും ഉളവാക്കും. നിനക്കതിൽ അഭിമാനിക്കാം. നിന്നെയും അവർ ആദരിക്കും. അനേകരുടെ ആസ്വാദന കഴിവിനെ വികസിപ്പിക്കാനും അവരുടെ കലാബോധത്തിൻ്റെ അതിരുകളെ കടന്ന് ഭാവനയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ നിന്നിലൂടെ ഉണ്ടാകുന്ന കലാസൃഷ്ടിക്ക് കഴിയുമെന്നത് നിനക്കെത്ര സന്തോഷമായിരിക്കും പ്രദാനം ചെയ്യുക. അതുകൊണ്ട് ഈ ബോക്സ് വിട്ട് നീ പുറത്തു വരണം. ഈ കൂട്ടിനുള്ളിൽ കുടുങ്ങിപ്പോകാൻ നീ സമ്മതിക്കരുത്. മാത്രമല്ല, പുറത്തെ തടി കൊണ്ടുള്ള ഭിത്തിയെ കാർന്നു തിന്നാൻ കാത്തിരിക്കുന്ന ചെതിലുകൾ ചുറ്റുമുണ്ട്. അതിന് വായിൽ ചെന്ന് പെട്ടുപോകാതെ കലാവൈഭവമുള്ള ഒരാളുടെ കയ്യിൽ വേഗം എത്തിച്ചേരുക. കേട്ടവർ കൈയടിച്ചു. കുട്ടിക്ക് അഭിനന്ദനങ്ങളും സമ്മാനങ്ങളും ഏറെ ലഭിച്ചു. ഒരാൾ വന്ന് ചോദിച്ചു, ആരാണ് ഈ പെൻസിൽ? കുട്ടി പറഞ്ഞു, നമ്മൾ ഓരോരുത്തരുമാണ് ഈ പെൻസിലിൻ്റെ സ്ഥാനത്ത്. വിശുദ്ധ തിരുവെഴുത്തിൽ എഫേസർ 5:14, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അതെ, പ്രകാശിക്കുവാൻ സമയമായി. കാരണം പ്രകാശം വന്നിരിക്കുന്നു. പിന്നെങ്ങനെ ഇരുട്ടിൽ കഴിയാൻ സാധിക്കും? ഉറങ്ങുമ്പോൾ മരിച്ചവരുടെ കൂടെയാണ് ഉറങ്ങുന്നതെന്നും എഴുന്നേൽക്കുമ്പോൾ മരണത്തിൽ നിന്നുമാണ് എഴുന്നേൽക്കുന്നത് എന്ന സത്യം തിരിച്ചറിയുക. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വൈഭവമുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഏറ്റവും മികച്ച മാനപാത്രമാക്കി മാറ്റാൻ കഴിവുള്ളവൻ കഴിഞ്ഞ നാളുകളിൽ നമ്മെ അടച്ചു വച്ചിരുന്ന കൂട് എന്നേ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. എഴുന്നേൽക്കുക. ക്രിസ്തു നമ്മിൽ പ്രകാശിക്കാൻ കാത്തു നിൽക്കുന്നു. ഇരുളടഞ്ഞ കൂട്ടിനുള്ളിൽ കഴിഞ്ഞ നാളുകളിൽ സാത്താൻ ബന്ധിച്ചു വച്ചിരുന്നെങ്കിൽ വേഗം പുറത്തു വരിക. 1 യോഹന്നാൻ 3:8, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഏറ്റവും മനോഹരങ്ങളായ ജീവന്റെ കല്ലുകൾ കൊണ്ട് പണിയുന്ന ആലയത്തിൻ്റെ ഭാഗമാകാം. ജീവന്റെ വെളിച്ചമായി മാറാം. വേഗമാകട്ടെ. എറണാകുളത്തുനിന്ന് മൈവാൻ ശാമുവൽ. ഹാവ് എ നൈസ് ഡേ.